നമസ്കാരമുണ്ട്. അപ്പൊ നമ്മ ഇന്ന് അവിടെ നിൽക്കണേന്നറിയാവോ? വരാപ്പുഴയാണ്. അന്യന്റെ വീട്ടിൽ ചരിന്തുരുത്തം വന്നേക്കണം. അവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങളൊരു സാധനം പിടിക്കാൻ പറയണേ. എന്താണെന്നറിയാവോ? ഈ കയ്യിലുണ്ട്, നോക്കി, നല്ല സൂപ്പർ കക്ക. ഞങ്ങളിവിടെ വന്നിട്ട് വീട്ടിലേക്ക് പോരാൻ നിൽക്കുന്ന സമയത്ത് അനിയൻ പറഞ്ഞു, എടാ പോവല്ലേ, നമ്മുടെ ഇവിടെ കക്ക വീട്ടുണ്ട്, കക്ക എടുത്തിട്ട് കറി വെച്ച് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കക്ക വരാൻ വന്നേക്കാണ്. എന്നിട്ട് കക്ക വാരി എന്തോരം കിട്ടുമോ നോക്കാം. അതിനുശേഷം ഇത് കറിയും കൂടി വെച്ചിട്ട് കാണിച്ചിടാം. ഓക്കെ, ഇറങ്ങണ്ട, ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങി പോകണം. നമ്മളിങ്ങനെ മുങ്ങിത്തപ്പണം. ആ തുടർന്ന് കട്ട് ചെയ്തു. ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കൈ വെച്ച് വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ മുങ്ങണം. ഇങ്ങനെ ഇങ്ങനെ തപ്പിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് പതുങ്ങിയിരിക്കണ കക്കയും കാര്യങ്ങളും കിട്ടും. ഏകദേശം കണ്ടോ, ഈ സൈസുള്ള കക്കകളാണ്. നമ്മളൊരു 2 പ്രാവശ്യം നമ്മൾ മുങ്ങി തപ്പുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു കുന്ന് കക്കര കിട്ടും. അതെ, നമ്മുടെ നീച്ചാനുണ്ട. ഇവനാണ് ഇവിടെ കക്ക ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ പിടിച്ചിരുന്നത്. ഞാനേ ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചോറിനുള്ള കറിയാണത്. നമ്മൾ ഇതിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് നമ്മൾ ഇതിനെ കുക്ക് ചെയ്തിട്ട് നമ്മളിന്ന് ചോറ് തിന്നോളൂ. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. വറുത്തിന് വേണ്ടവർക്ക് ഇപ്പോഴേ അവിടുന്ന് പോന്നു. അതെ, കക്കയും കൂടി ചോറിന് ആഗ്രഹമുള്ളവർക്ക് ഉടൻ തന്നെ വരിക. ഒരു 3.5 മണിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ കക്കറച്ചിയും കൂടി നിങ്ങൾക്ക് ഞങ്ങൾ ചോറ് തരും. പക്ഷെ ഈ വീഡിയോ ഞങ്ങൾ അടുത്ത 5-ാം തീയതി റിലീസ് ചെയ്തോളൂ. അത് നമ്മളെ ഒരു 1/2 മണിക്കൂർ കൊണ്ട് മുങ്ങിത്തപ്പി വാരിയെടുത്ത് തന്നെ കക്കയുണ്ട കാണിച്ചത്. എന്തുകൊണ്ട് കാണിച്ചിടണ്ട, നിങ്ങളെ കറുപ്പനെ കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതൊക്കെ ഒരു കുടവും കൂടി എടുക്കും. ഒരു കുടം കൊണ്ട് ഒന്നും ആവില്ല. ഈ ഒരു കുടം നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവില്ല. അപ്പേ നമ്മൾ ഈ ചാക്കിലേക്ക് മാറ്റാൻ പോണേണ്ട. ചാക്കൊന്ന് ഇങ്ങനെ പിടിച്ചേ. അപ്പേ നമ്മൾ 1/2 മണിക്കൂർ കൊണ്ട് മുങ്ങിത്തപ്പെടുത്തേക്കണ ഒരു കുടം കക്കയുണ്ട. ഇതിനകത്ത് കുറേയൊക്കെ ഇങ്ങനെ ഡെഡായതുണ്ടാവും കേട്ടോ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്റ്റീം ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കക്ക കിട്ടും, നെയ്റ്റ് ഇടും. അപ്പോൾ ഇതാണ് നമ്മൾ 1/2 മണിക്കൂർ കൊണ്ട് മുങ്ങിത്തപ്പെടുത്തേക്കണത്. ബാക്കി 1/2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ വെള്ളത്തിലേക്ക് പോവുകയാണ്. ടാറ്റാ ബൈ, സീ യു. അപ്പോൾ നമ്മൾ പിടിച്ചുകൊണ്ടുവന്ന കക്ക വാഷ് ചെയ്യാനായിട്ട് ഒരു 4 പ്രാവശ്യമെങ്കിലും നമ്മൾ കഴുകി ഇതിൻ്റെ ചെളി കളഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ പുഴുങ്ങാൻ വെക്കണത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് കേട്ടോ, കുട്ടിപ്പട്ടാളങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്. പക്ഷേ നമ്മ ഇനിയിപ്പോൾ ഇതിനെ കഴുകൂട്ടാ. ഈ കലത്തിലാണ് നമ്മൾ കക്ക പുഴുങ്ങാനായിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്ത കക്ക ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വാവിടുന്ന് വന്നിട്ടുണ്ടാവും. വാവിടുന്ന് വരുമ്പോഴത്തേക്കും കുറേയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വീണിട്ടുണ്ടാവും. അല്ലാതെ നമ്മളത് ഇങ്ങനെ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മളത് വേറൊരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് നമ്മളിത് വാഷ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വേസ്റ്റ് ഉണ്ടാവും, ചെളി. അത് നമ്മൾ നെക്കി കളഞ്ഞിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണത്. നമ്മുടെ കക്കറച്ചില്ലേ, മസാല എല്ലാം പുരട്ടിയെടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ ഇറങ്ങും. ഇത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചോറിനാൻ പോണേട്ടാ. നമ്മുടെ കക്കതെ വറുത്തെടുത്തേനടാ, വറുത്തിട്ട് നല്ല കപ്പലിൻ്റെ പോലെ തന്നെ. അപ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങി കക്ക പിടിച്ച് നേരെ കൊണ്ടുവന്ന് പൊളിച്ച് ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പോണേട്ടാ. നിങ്ങൾ കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഞങ്ങളോട് വന്നിട്ട് ഇങ്ങനെ കക്ക പിടിച്ച് ഫ്രൈ ചെയ്ത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുക. നോക്കിയിട്ട് നമുക്ക് പറ്റാവുന്ന ആൾക്കാരെയും കൊണ്ട് നമുക്ക് ഇറങ്ങി പിടിക്കാം എന്ന് സ്നേഹത്തോടെ സ്വന്തം റോച്ച. ടാറ്റാ ബൈ, സീ യു. അടുത്ത വീഡിയോ കാണാം കേട്ടോ.